റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങളിൽ അയവ് വരുത്താൻ അമേരിക്ക തയ്യാറാകുന്നു. ഇത് സംബന്ധിച്ചുള്ള കരട് രൂപം തയ്യാറാക്കാൻ അമേരിക്കൻ ട്രഷറിക്ക് വൈറ്റ് ഹൗസ് നിർദ്ദേശം കൊടുത്തുവെന്ന വാർത്ത വരുന്നുണ്ട്. ഈ ഡൊണാൾഡ് ട്രംപ് ഓരോ ദിവസവും വാർത്തയിൽ നിറയുകയാണ്. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. തീരുവ കാനഡയ്ക്കും UK ഒക്കെ ചുമത്തിയോ? എന്തൊക്കെയോ വാർത്തകൾ വരുന്നുണ്ട് രാവിലെ, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. തീരുവ ചുമത്തി നാളെ മുതൽ അത് പ്രാബല്യത്തിൽ വരും. ഇപ്പം റഷ്യയുമായി അടുക്കാനാണ് ശ്രമിക്കുന്നത്. റഷ്യയുമായി നയതന്ത്ര തലത്തിൽ നല്ല ബന്ധം സ്ഥാപിക്കുവാൻ സാധ്യമായ എല്ലാ വഴികളും ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു നീക്കം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചകൾക്ക് ആവശ്യമാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് വിശ്വസിക്കുന്നത്. റഷ്യക്കെതിരെയുള്ള അമേരിക്കയുടെ ഉപരോധങ്ങളിൽ ചിലതൊക്കെ നീക്കം ചെയ്യുവാനും അതുപോലെ മറ്റ് ചിലതിലൊക്കെ ഇളവ് വരുത്തുവാനും ഒക്കെയുള്ള ഒരു രൂപരേഖ അമേരിക്ക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. US ട്രഷറിക്ക് ഇത് സംബന്ധിച്ച് വൈറ്റ് ഹൗസ് നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഉപരോധം നീക്കം ചെയ്യുമ്പോൾ റഷ്യയുടെ ഭാഗത്ത് നിന്ന് പകരം എന്താണ് അമേരിക്കയ്ക്ക് ലഭിക്കുന്നത് അല്ലെ പ്രതീക്ഷിക്കുന്നതെന്ന് സംബന്ധിച്ച് ഇപ്പോൾ ഒന്നും വ്യക്തമല്ല. US ട്രഷറിക്കൊപ്പം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനും നിർദ്ദേശം പോയിട്ടുണ്ട്. അവരും ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. റഷ്യൻ ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് പറ്റും വിധത്തിലുള്ള ചില സ്ഥാപനങ്ങളുടെയും അതുപോലെ ഉപരോധം നേരിടുന്ന ചില റഷ്യൻ പ്രഭുക്കന്മാരുണ്ട്. അവരുമൊക്കെ ഈ ഉപരോധം നീക്കം ചെയ്യപ്പെടുന്ന ലിസ്റ്റിൽ ഇടം പിടിക്കുവാനുള്ള സാധ്യതയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ. ഇപ്പോൾ റഷ്യയുടെ ഊർജ്ജ മേഖലയ്ക്ക് മേലുള്ള US-ന്റെ ഉപരോധങ്ങൾ ലഘൂകരിച്ചാൽ ആഗോളതലത്തിൽ ഇന്ധനവില ഉയരുന്നത് തടയുവാൻ വലിയ തോതിൽ അത് സഹായിക്കുകയും ചെയ്യും. ഈ ജോ ബൈഡൻ ഭരണകാലത്തിന്റെ അവസാന ലാപ്പിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെ റഷ്യ വിശേഷിപ്പിച്ചത് ബിലോ സീറോ എന്നാണ്. ഈ ട്രംപിന്റെ നീക്കങ്ങൾ ഈ ബന്ധം ഊഷ്മളമാക്കുവാൻ സാധിക്കുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണുവാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.